ഹലോ എവരിവൺ, ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി കുഞ്ഞുവാവയ്ക്ക് വാക്സിൻ എടുക്കാൻ പോവുകയാണ്. ആളിപ്പോൾ 3 months കഴിഞ്ഞു. അപ്പോൾ 3.5 മാസത്തിൻ്റെ വാക്സിനേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു വ്ളോഗാണ് കേട്ടോ. ആസ്റ്റർ മെഡ്സിറ്റിയിലാണ് വാവയെ കാണിക്കുന്നത്. അവിടെയാണ് ആൾ ജനിച്ചതെല്ലാം. അപ്പം വാവയുടെ വാക്സിനേഷൻ ഫസ്റ്റ് മന്തിൻ്റെയും സെക്കൻഡ് മന്തിൻ്റെയും നമ്മൾ ആസ്റ്റർ തന്നെ എടുത്തേ. അപ്പോൾ ഞങ്ങൾ നേരെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. അവിടെ വാവയ്ക്ക് അസസ്മെൻറ്റ് ആദ്യം എടുക്കണം. നേരെ അസസ്മെൻറ്റിന് ഞങ്ങൾ കുഞ്ഞാവിനെ കൊണ്ടുപോയി. അവിടെ വാവയുടെ ഹൈറ്റും വെയ്റ്റും എല്ലാം നോക്കി. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡോക്ടറെ കണ്ടു. അപ്പം വാവയ്ക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല, ആൾ ഓക്കെയാണ്. വാവ ഇപ്പം മേമയുടെ കയ്യിലും അമ്മമ്മയുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഇരുന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. പാവം കുത്തുകൊള്ളാനാണ് വന്നേക്കുന്നതെന്നൊന്നും ആൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വാക്സിനേഷൻ റൂമിലേക്ക് പോയിട്ടോ. കുഞ്ഞുവാവയ്ക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വാക്സിനേഷൻ എന്തെടുക്കാൻ ഞാൻ നിന്നോട് എൻ്റെ റിലേറ്റീവ്സ് ചോദിച്ചിട്ടോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. വാവയ്ക്ക് പ്രൈവറ്റിൽ വാക്സിൻ എടുക്കാൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻലെസ് വാക്സിൻ അവൈലബിൾ ആണ്. ഞാൻ വാവനെ കൺസൾട്ടേഷന് വേണ്ടി പോയപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ വാക്സിനേഷൻ നമുക്ക് പെയിൻലെസ് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം എന്നോട് പറയുന്നത്. അപ്പം പെയിൻലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒട്ടും വേദന ഇല്ലാണ്ടാണ് കുത്തുന്നതെന്ന്. അങ്ങനെയല്ല, കുത്തുന്ന സമയത്ത് വേദന ഉണ്ടാവും, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കാലുവേദനയും ഫീവറും ശരീരവേദന കൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾ കരയുന്ന ഒരു അസ്വസ്ഥതകളൊന്നും അതിന് ശേഷം ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങൾ വാക്സിനൊക്കെ കഴിഞ്ഞു. കുഞ്ഞാവ് ഓക്കെയാണ്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആളെ ഫുള്ള് മോണിറ്റർ ചെയ്യുമായിരുന്നു. ആൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. ടെമ്പറേച്ചറൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഫീവർ ഒന്നും വന്നില്ല. രണ്ട് കാലിലും തൊട്ട് നോക്കിയിട്ടൊന്നും ആൾക്ക് വേദനയോ അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആൾ കാണിച്ചില്ല. കഴിഞ്ഞ 2 വാക്സിനേഷൻ എടുത്തപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. കുഞ്ഞാവയും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് അവളുടെ കുഞ്ഞാവയ്ക്ക് വാക്സിൻ എടുത്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ചോദിച്ചിരുന്നേ. അപ്പം എന്നോട് പറഞ്ഞത് കുഞ്ഞാവയ്ക്ക് നല്ല ഫീവറും ശരീരം വേദനയും അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. 2-3 days ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് പനിയോ ശരീരം വേദനയോ അങ്ങനെ ഒത്തിരി അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല. അവൻ നല്ല സുഖമായിട്ട് ഉറങ്ങി. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ആൾക്കുണ്ടായിരുന്നില്ല. ഗവൺമെൻറ് വാക്സിൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ ഈ പെയിൻലെസ് ആയിട്ട് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എടുക്കുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. അപ്പോൾ പെയിൻലെസ് വാക്സിനെ പറ്റി ഒട്ടും അറിയാത്ത ആളുകൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.